കോട്ടയം ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടും വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. പലയിടങ്ങളിലും ജലനിരപ്പ് ഉയർന്നു വരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഉള്ളത് ഏറ്റുമാനൂർ പൂവത്തുമൂട് എന്ന സ്ഥലത്താണ്. ഇതാണ് മറ്റേ മണർകാട് എത്തിച്ചേരുന്ന ബൈപ്പാസ് റോഡാണ്. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ കുറച്ചപ്പുറയായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പോലീസ് അവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനപ്പുറത്തേക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. വലിയ താഴ്ചയിൽ വെള്ളം ഉള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സും ഒക്കെ ഇവിടെ ഇടപെട്ടുകൊണ്ട് സേവാഭാരതി പ്രവർത്തകരൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ആളുകളെ കടത്തിക്കൊണ്ട് പോകാൻ, എന്ന് വെച്ചാൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരപ്പുറമുണ്ട്. അവർ ബോട്ട് ഇറക്കിയിട്ടുണ്ട്. റബ്ബർ ബോട്ടൊക്കെ ഇറക്കി ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇവിടെ വളരെ അപകടകരമായ രീതിയിലാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കുട്ടികളെയൊക്കെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ്. നമുക്ക് ഇവിടെ ഏതാനും ഉദ്യോഗസ്ഥരുണ്ട്. സാറ്, ഇവിടെ എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഫയർഫോഴ്സിൻ്റെ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഈ പ്രദേശം മൊത്തത്തിൽ വെള്ളത്തിലാണ്. നമ്മുടെ മീനച്ചിലാറിൻ്റെ സൈഡാണ്. അപ്പോൾ 2018 നല്ല രീതിയിൽ വെള്ളം കയറിയ ഏരിയയാണ്. ഏതാണ്ട് ഒരു 3 അടിയോളം അങ്ങോട്ട് കയറി ആ ഒരു ലെവലിലേക്ക് എത്തും. എങ്കിലും നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ ടീമുകൾ 10-20 ഡിങ്കികളായിട്ട് പല പ്രദേശങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മളൊരു 1 കിലോമീറ്ററിനുള്ളിലൂടെ ചെന്ന് ഒരു 10-13 പേരെ രക്ഷിച്ച് ഇവിടെ കയറ്റി നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കിടപ്പ് രോഗിനെ പൂവത്തുങ്കൽ ആ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട്. ഇപ്പം വീണ്ടും ഒരു രോഗിനെ എടുക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ തിരക്കിലാണ്. അപ്പം ഇത് എവിടെ നിന്നുള്ള യൂണിറ്റ്? കോട്ടയത്തു നിന്നുള്ള യൂണിറ്റ് ആണോ? ഇത് നിലവിൽ കോട്ടയം നേതൃത്വം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പല നിലയങ്ങളിൽ നിന്നുണ്ട്. ഇത് എറണാകുളം ഗാന്ധിയാറിൽ നിന്നുള്ള ക്രൂ ആണ്. രണ്ടുപേര് തൃപ്പൂണിത്തറ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ളവരാണ്. വലിയൊരു സന്നാഹം തന്നെ ഉണ്ടോ നമ്മുടേത്? ഈ ഇപ്പം ബോട്ട് ഇറക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വലിയൊരു വിപുലമായ 20ഓളം ഡിങ്കികൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നിലവിൽ. കൂടാതെ നമ്മുടെ വാട്ടർ റെസ്ക്യൂ അക്കാദമി ഉണ്ട് കൊച്ചി, അവിടെ നിന്നും ഇറക്കിയിട്ടുണ്ട്. പിന്നെ വിവിധ നിലയങ്ങളിലായിട്ടൊരു 10-20 നിലയങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഒരു വിലയിരുത്തൽ ഇപ്പോഴും അലാമിംഗ് സിറ്റുവേഷൻ തന്നെയാണോ? അലാമിംഗ് സിറ്റുവേഷനാണ്. വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇപ്പോഴും ഒരു 24 മണിക്കൂറിന് ശേഷം എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ. കൂടുതൽ ആളുകൾ ഇപ്പോഴും വീടുകളിൽ കിടപ്പുണ്ടോ, കുടുങ്ങി കിടപ്പുണ്ടോ? ആളുകളുടെ മനോഭാവം ഇനി വെള്ളം ഇറങ്ങും, അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് സുഖമായിട്ടിരിക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് 2ാം നിലയിലേക്ക് കയറിയിരിക്കുന്നു. പഴയ രീതിയിൽ തന്നെ ആളുകൾ ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. ഇത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അലാമിംഗ് കൊടുത്താണ്. അവരോട് പോരാൻ പറഞ്ഞാൽ അവർ വന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ അവർ വിളിച്ചു. ഇനി ഇറങ്ങാനിരിക്കുന്ന ആളുകൾ ഇന്ന് രാത്രി കൊണ്ട് വിളിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സാറിൻ്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് അനീഷ്, ഫയർ സ്റ്റേഷൻ കോട്ടയം. ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള അനീഷ് സാറാണ് നമ്മളോട് വിവരം പങ്കുവച്ചത്. അവർ 20 ഡെങ്കികൾ ഇറക്കിക്കൊണ്ട് ഇവിടെ നിന്നും ഉൾപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുമ്പ് അപ്പുറത്ത് സേവാഭാരതിയുടെ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗത്തു നിന്നാണ് മീനച്ചിലാർ കുറച്ചപ്പുറത്തുകൂടി ഒഴുകി താഴേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഓരോ വഴികളിലൂടെയും വെള്ളം ഇരച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഭാഗങ്ങളിലുള്ള വീടുകൾ, ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഒക്കെ വെള്ളം കയറി കിടക്കുകയാണ്. എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഈ വീടുകളിലൊന്നും നിലവിൽ ആളില്ല. ഈ ഭാഗങ്ങളിലുണ്ടായിരുന്നവരെയൊക്കെ സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. അതേസമയം ആളുകൾ ഇപ്പോഴും വീടുകളിൽ തന്നെ ഇപ്പോഴും വെള്ളത്തിൻ്റെ ജലനിരപ്പ് താഴും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആൾക്കാർ ഇപ്പോഴും കഴിയുകയാണ്. പക്ഷേ കിഴക്കൻ വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്കങ്ങോട്ട് കാണാൻ കഴിയും. നോക്കത്താ ദൂരത്തോളം അങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ്. ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പട്ടിത്താനം മണർകാട്, അതായത് ഏറ്റുമാനൂർ പട്ടിത്താനം മുതൽ മണർകാട് വരെ എത്തിച്ചേരുന്ന ബൈപ്പാസാണ്. ഇതിലൂടെ ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. എറണാകുളം മേഖലയിൽ നിന്നും മറ്റുമൊക്കെ വരുന്നവർ, MC റോഡ് വഴിയൊക്കെ വരുന്നവർക്ക് KK റോഡിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ്. അങ്ങനെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസം കടന്നു പോകുന്ന ഒരു റോഡിലാണ് ഇങ്ങനെ വെള്ളം കയറി ഇപ്പോൾ യാത്രാ തടസ്സം ഉണ്ടായിരിക്കുന്നത്. അപ്പുറത്ത് പോലീസ് മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും വെള്ളം കാണാൻ വരുന്നവർ നിരവധിയുണ്ട്. വെള്ളത്തിലിറങ്ങി കളിക്കാൻ വരുന്നവർ, റീൽസ് എടുക്കാൻ വരുന്നവർ, അങ്ങനെയൊക്കെ ധാരാളം ആളുകളുണ്ട്. ഇതൊക്കെ വലിയ അപകട സാധ്യത തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ചേട്ടാ, ഇത് എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? വീട്ടിലേക്ക് പോകുന്ന വഴിയാണോ? ഞാൻ ഇവിടെ ചുറ്റുവെള്ളം, ബാത്റൂം പോകാൻ പറ്റത്തില്ല. അതുപോലെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്, ദ്വീപ് പോലെയാണ്. അവിടെ നിന്ന് ഈ പച്ചക്കറി ആയിട്ട് ഞങ്ങളെ വീട്ടോട് ചെല്ലുന്നു, അവിടെ കിടക്കുന്നു. രാവിലെ അവിടെ നിന്ന് വീട്ടിലൊക്കെ ബാത്റൂമൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? എന്താണ് അവിടുത്തെ ഇവരൊക്കെ? ബാത്റൂം ഇങ്ങനെ കിടക്കുക. നമ്മളെ വർഷങ്ങളെ അവിടെ കിടക്കുന്നതല്ലേ.
നമുക്കറിയാം വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോവും, പക്ഷേ ഇങ്ങനെ കിടക്കുന്നു അത്രേ ഉള്ളൂ. അവിടെയൊക്കെ നിങ്ങളുടെയൊക്കെ അയൽവക്കത്തൊക്കെ ആളുകളുണ്ടോ? അതിലൊക്കെ ആൾക്കാരൊക്കെ അവിടെ ഈ കൂട്ടത്തിൽ ആൾക്കാരാണ് ഈ പോണേ, അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടോ? വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടോ? അതോ? ഇല്ലില്ല, ഒരമ്മയുണ്ട്, ഇപ്പോൾ പ്രായമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏതായാലും നിങ്ങൾ സേഫാണ്. സേഫാ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായാലും ജലനിരപ്പ് പെട്ടെന്നങ്ങ് കയറി വരുന്ന ഒരു സ്ഥലമല്ല, വലിയൊരു തോതിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സ്ഥലമല്ല. എന്നാൽ പോലും പ്രതിസന്ധിയുണ്ട്. ആളുകൾക്ക് വീട് വിട്ടു പോകുമ്പോൾ പല പല പ്രതിബന്ധങ്ങളുണ്ട്. കാരണം വളർത്തുമൃഗങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ സാധനങ്ങൾ വെള്ളം കയറി നശിക്കാതിരിക്കാനുള്ള ജാഗ്രത വേണം. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ആളുകളെ വീടുകളിൽ തന്നെ പിടിച്ചു നിർത്തുന്നത്. പക്ഷേ സുരക്ഷിതരായിരിക്കൂ എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടവും പോലീസും അതേപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം നൽകുന്നത്. പക്ഷേ ആളുകൾ പലപ്പോഴും അതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നു. അത് വലിയ പ്രതിസന്ധിയായി മാറുന്നു. ജലനിരപ്പ് വീണ്ടും ഉയർന്നു കഴിഞ്ഞാൽ ഇവരെ പുറത്തു കൊണ്ടുവരിക പോലും വലിയ പ്രതിസന്ധിയായി മാറുന്ന ഘട്ടമുണ്ട്. ഏതായാലും ആളുകൾ ഇതിനോട് ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ പോസിറ്റീവായി പ്രതികരിക്കുന്നെങ്കിലും പലരും ഇപ്പോഴും വീടുകളിൽ തന്നെ കഴിയുന്ന അവസ്ഥ തന്നെയാണ്. ജലനിരപ്പ് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം താലൂക്കിൽ ജലനിരപ്പ് ഉയരുകയാണ്. മീനച്ചിൽ താലൂക്കിൽ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാണ്. അതിൻ്റേതായ പ്രതിസന്ധി കോട്ടയം താലൂക്കിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കോട്ടയം താലൂക്കിൽ ഇനിയും 1-2 അടി കൂടി ജലനിരപ്പ് ഉയരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ആളുകളോട് സുരക്ഷിതരായിരിക്കും എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കോട്ടയം ഏറ്റുമാനൂർ പൂവത്തുമൂട്ടിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.